പാലക്കാട് 9ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് അടഞ്ഞുകിടന്ന ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ ഇന്ന് തുറക്കും. 9 മണിക്ക് ആശുനന്ദയ്ക്ക് അനുശോചനം അർപ്പിച്ചുള്ള അസംബ്ലിയോടെയായിരിക്കും സ്കൂൾ തുറക്കുക. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ ആത്മഹത്യ, അതിനുശേഷം വീണ്ടും സ്കൂൾ, നിരവധി സംഭവങ്ങൾ ഇതിനിടെ അവിടെ നടന്നു. അധ്യാപകരെ പുറത്താക്കുന്ന സംഭവം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ ഉണ്ടായ മാനസികമായ ട്രോമ അതൊക്കെ ഒഴിവാക്കി പഴയതുപോലെ സ്കൂളിന്റെ ഒരു പ്രവർത്തനം പുനരാരംഭിക്കാൻ വേണ്ട എല്ലാ നടപടികളോടും കൂടെയാണോ ഇന്ന് സ്കൂൾ തുറക്കുന്നത്? അതേ ക്രിസ്റ്റീന, ഉന്മേഷ്, അത്തരത്തിലുള്ള നടപടികളെല്ലാം എടുക്കുമെന്ന് തന്നെയാണ് പുതിയ PTA. കഴിഞ്ഞ ദിവസം അവിടെ യോഗം ചേർന്നിരുന്നു. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും യോഗം ചേർന്നത്. അതിൽ പുതിയ PTA ഭാരവാഹികൾ ചുമതലയിട്ടുണ്ട്. അവരാണ് ഇന്ന് സ്കൂൾ തുറക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ആശീർനന്ദയ്ക്ക് അനുശോചനം അർപ്പിച്ചുള്ള പ്രത്യേക അസംബ്ലിക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ സ്കൂൾ തുറക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൃത്യം 9:30 മണിയോടുകൂടി തന്നെ ഈ അസംബ്ലി ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. പ്രതിസംഘടനാ പ്രതിനിധികളടക്കം ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസന്വേഷണം ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട്. 5 അധ്യാപകരെയാണ് നിലവിൽ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഇനി ആ ആത്മഹത്യാക്കുറിപ്പിലെ കയ്യക്ഷരം കൂടി പരിശോധിച്ച ശേഷം തുടർ നടപടികളെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി അധ്യയനം മുടങ്ങരുത് എന്ന് കർശനമായ നിർദ്ദേശം വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ അധ്യാപക രക്ഷകർത്താക്കളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനും ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു സൈക്കോളജി വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും ഉൾപ്പെടുത്തിയായിരിക്കും ഈ കൗൺസിലിംഗ് നൽകുക എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 9:30 മണിയോടുകൂടി അസംബ്ലി ആരംഭിക്കും. ആശീർനന്ദയ്ക്ക് ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് സ്കൂൾ തുറക്കും. ഇനി ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന പ്രവണത ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയതിപ്പോൾ പാലക്കാട് നിന്ന്.